ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കരിയർ ടോക്സ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ പറയുന്നത് BCAയുടെ ആഡ് ഓൺ കോഴ്സായ AI കുറിച്ചാണ്. AI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഇപ്പോൾ ഒത്തിരി നിങ്ങൾ കേൾക്കുന്നുണ്ടായിരിക്കും AI കുറിച്ച്. ഇപ്പോൾ AI ക്യാമറ ഒക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയും കൂടിയാണ് AI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ജോലി സാധ്യത ഒരുപാട് കൂടുതലാണ്. നിങ്ങൾക്കറിയാം, ഇനിയുള്ള കാലഘട്ടങ്ങളിൽ നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടാണ് നമ്മുടെ വേൾഡ് മാറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ AI ഒരു ഇമ്പോർട്ടൻസ് എത്രത്തോളം ആണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒത്തിരി നമുക്ക് ജോബിന് സ്കോപ്പ് ഒത്തിരി ഉള്ളൊരു മേഖലയാണ് നമ്മുടെ AI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ AI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BCAയുടെ കൂടെയാണ് നോർമലി നമുക്ക് വരുന്നത്. അതായത് ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. ഇത് കമ്പ്യൂട്ടർ സയൻസിൻ്റെ കൂടെ AI ടെക്നോളജിയും കൂടി ചേർന്ന് പഠിക്കുന്ന ഒരു അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമാണ് നമ്മുടെ AI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ നമ്മൾ BCA ആണ് നമ്മൾ ഡിഗ്രി ആയിട്ട് എടുക്കേണ്ടത്. അതിൻ്റെ ആഡ് ഓൺ കോഴ്സ് ആയിട്ടാണ് അത് വരുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും BCA എടുക്കുമ്പോൾ AI പ്രൊവൈഡ് ചെയ്യുന്ന നമുക്ക് കിട്ടുന്ന യൂണിവേഴ്സിറ്റി ഏതാണെന്നുള്ളത് നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ. അതായത് എപ്പോഴും ഇതിൻ്റെ സർട്ടിഫിക്കറ്റ്, നമ്മുടെ വാല്യൂ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഉള്ള കോളേജ് വേണം നമ്മൾ ചൂസ് ചെയ്യാൻ. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ മേഖലകളിലും നമ്മൾ ഈ ഒരു AI നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഈവൻ നമ്മളെ മെഡിക്കൽ ഫീൽഡ്, ഫൈനാൻസ് ഫീൽഡിൽ, അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ ഫീൽഡിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ റീറ്റെയിൽ ആൻഡ് റിസർച്ച് ഫീൽഡിൽ, ഇങ്ങനെ ഒത്തിരി എല്ലാ ഫീൽഡിലും നമ്മൾ AI നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മളൊരു റീല് കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് റീലാണോ കാണുന്നത് അതിനോടനുബന്ധിച്ചിട്ടായിരിക്കും അടുത്ത റീല് നമുക്ക് വരുന്നത്. അത് നമ്മൾ AIയുടെ ടെക്നിക്സ് ആണ് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം മാത്രമല്ല, യൂട്യൂബ്, അതുപോലെ നമ്മളുടെ നെറ്റ്ഫ്ലിക്സ്, അതുപോലെ സ്പോട്ടിഫൈ, ഇതുപോലുള്ള പ്ലാറ്റ്ഫോംസ് ഒക്കെ നമ്മൾ അനലൈസ് ചെയ്തിട്ട് നമുക്ക് വേണ്ടത് എന്താണോ അതുമായി ബന്ധപ്പെട്ട വീഡിയോസൊക്കെയാണ് നമുക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. അതായത് ഒരു സ്മാർട്ട് അസിസ്റ്റൻസിനെ പോലെ നമുക്ക് അലക്സ, സിറി, അതുപോലെ നമ്മുടെ ഗൂഗിൾ അസിസ്റ്റന്റ് എന്നിവയൊക്കെ നമ്മൾ അനലൈസ് ചെയ്തിട്ട് നമുക്ക് വേണ്ടതൊക്കെ ചെയ്തു തരുന്നുണ്ട്. ഇപ്പോൾ ഇ-കൊമേഴ്സ് പോലുള്ള പ്ലാറ്റ്ഫോമുകളൊക്കെ നമുക്ക് വേണ്ട പ്രോഡക്റ്റ് എന്താണെന്ന് അനലൈസ് ചെയ്തിട്ട് നമുക്കത് റെക്കമെൻഡ് ചെയ്ത് തരുന്നുണ്ട്. അതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് AI ടെക്നിക്സ് ആണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളുടെ കമ്പ്യൂട്ടർ സയൻസിൻ്റെ കൂടെ നമുക്ക് AI ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ നമുക്കിതിന് പഠിക്കേണ്ട സിലബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി പഠിക്കുന്നത് നമ്മുടെ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്നുണ്ട്. അതുപോലെ മെഷീൻ ലേണിംഗ് നമ്മൾ നോക്കുന്നുണ്ട്, മാത്തമാറ്റിക്സ്, അതുപോലെ പ്രോഗ്രാമിംഗ് ആണ് മെയിനായിട്ട് നമ്മൾ പഠിക്കുന്നത്. കമ്പ്യൂട്ടറായിട്ടുള്ള ഫസ്റ്റ് ഇയറിൽ വരുന്നത് മെയിൻലി പ്രോഗ്രാമിംഗ് ആണ്. അതുപോലെ അൽഗോരിതം. ഫസ്റ്റ് ഇയറിൽ ഞാൻ പറഞ്ഞു കമ്പ്യൂട്ടർ സയൻസ് പ്രോഗ്രാമിംഗ് ആണ് മെയിനായിട്ട് വരുന്നത്. സെക്കൻഡ് ഇയറിൽ നമുക്ക് വരുന്നത് മെഷീൻ ലേണിംഗ്, പിന്നെ അതുപോലെ റോബോട്ടിക്സ്, അതുപോലെ ഡാറ്റ സയൻസ് ഒക്കെ നമുക്ക് സെക്കൻഡ് ഇയറിൽ സിലബസ് മെയിൻലി വരുന്നത്. ഇത് മാത്രമല്ല കേട്ടോ, അതിൻ്റെ കൂടെ വേറെ വരുന്നുണ്ട്. കോമൺ ആയിട്ട് വരുന്ന സിലബസ് ആണ് ഞാൻ പറയുന്നത്. തേർഡ് ഇയറിൽ നമുക്ക് അഡ്വാൻസ്ഡ് AI ടെക്നോളജിയാണ് നമ്മൾ തേർഡ് ഇയറിൽ, അതായത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള AIയുടെ ടോപ്പിക്സ് ഒക്കെ നമ്മൾ തേർഡ് ഇയറിൽ പഠിക്കുന്നത്. കൂടെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് തേർഡ് ഇയറിൽ. പ്ലസ് നമ്മൾ ഇന്റേൺഷിപ്പ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇന്റേൺഷിപ്പ് ഒക്കെ നമ്മളിതിൻ്റെ കൂടെ ചെയ്യുമ്പോൾ നമ്മൾ കോളേജ് ചൂസ് ചെയ്യുമ്പോൾ ഏറ്റവും നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ഇന്റേൺഷിപ്പ് കൊടുക്കുന്ന കോളേജ് വേണം നമ്മൾ ചൂസ് ചെയ്യാൻ. അതായത് ഒരു മൾട്ടിനാഷണൽ കമ്പനിയായിട്ട് ടൈപ്പ് ആയിട്ടുള്ള കോളേജസ് വേണം നമ്മൾ ചൂസ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഇത് ആർക്കൊക്കെ എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ +2 ഏത് സ്ട്രീം പഠിച്ചൊരു കുട്ടിക്ക് നമുക്ക് BCA AI നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ കമ്പ്യൂട്ടറിൽ കുറച്ച് നമുക്ക് നോളജ്, അതായത് അത്യാവശ്യം ഇൻട്രസ്റ്റ് ഉള്ള ആളുകളാണ് ഏറ്റവും കൂടുതലായിട്ട് AIയിലേക്ക് പോകാറുള്ളത്. കാരണം അത്യാവശ്യം കമ്പ്യൂട്ടറിലെ ഒരു സ്കില്ല് നമുക്ക് വേണം. കാരണം മെയിൻലി നമുക്കിത് പ്രോഗ്രാമിംഗ് ആണ് നമുക്ക് പഠിക്കുന്നത്. കൂടെ തന്നെ നമുക്കൊരു 50% മാർക്ക്, ഒരു +2 നിങ്ങൾക്ക് 50% മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കോഴ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. കൂടുതലായിട്ട് നമുക്ക് കേരളത്തിന് പുറത്താണ് ഈ ഒരു കോഴ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോഴൊക്കെ നമുക്ക് കേരളത്തിൽ അത് വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്കൊരു നല്ലൊരു ഇന്റേൺഷിപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ, നല്ലൊരു പ്രാക്ടീസ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു മൾട്ടിനാഷണൽ കമ്പനി ആയിട്ടുള്ള ടൈപ്പ് ആയിട്ടുള്ള ഒരു കോളേജ് വേണം നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യാൻ. അപ്പോൾ മെയിൻലി ഇതിൻ്റെ ജോബ് എന്ന് പറയുന്നത് നമുക്ക് വരുന്നത് ഒരു AI എഞ്ചിനീയർ ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് എഞ്ചിനീയർ ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് ഡാറ്റ സയൻറ്റിസ്റ്റ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാം. അതുപോലെ AI റിസർച്ച് സയൻറ്റിസ്റ്റ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് റോബോട്ടിക്സ് എഞ്ചിനീയറിംഗ് ആയിട്ട്, കമ്പ്യൂട്ടർ വിഷൻ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ബിസിനസ് ഇന്റലിജൻസ് അനലിറ്റിക്സ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഇതുപോലെ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ആണ് നമുക്ക് AIയുടെ ഭാഗമായിട്ട് നമുക്ക് വരുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ കോഴ്സ് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കുട്ടികൾ ഈ കോഴ്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഈ കോഴ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ ഏത് കോളേജാണ് ഈ കോഴ്സിന് ബെറ്റർ എന്നുള്ള അറിയാൻ വേണ്ടിയിട്ടും ഞങ്ങളുടെ ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ബെസ്റ്റ് ആയിട്ടുള്ള കോളേജ് ഞങ്ങൾ സജസ്റ്റ് ചെയ്തു തരുന്നതാണ്. ഓക്കെ, താങ്ക് യു.